ബൈത്തുസ് സക്കാത്ത് കേരളയും സംയുക്തമായി ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ സമർപ്പണം നടന്നു. 5 വീടുകളടങ്ങുന്ന പീപ്പിൾസ് വില്ലേജിന്റെ സമർപ്പണ സമ്മേളനം ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രാഥമിക സൗകര്യങ്ങളുള്ള ഒരു ഭവനം എന്നുള്ളത്. നമുക്ക് ജോലി വേണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വേണം, അതുപോലെ ആരോഗ്യപരിപാലന സൗകര്യങ്ങൾ വേണം, അതുപോലെ വിശ്രമത്തിനും വിനോദത്തിനും എല്ലാമുള്ള സൗകര്യങ്ങൾ. അതിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മുൻപന്തിയിലാണ് എല്ലാ പ്രാഥമിക സൗകര്യങ്ങളുമുള്ള ഒരു ഭവനം. അതുകൂടിയാകുമ്പോൾ മാത്രമാണ് ഈ സമഗ്ര വികസനം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് പൂർത്തിയാകുന്നത്. എത്രയോ ആളുകളാണ് തലചായ്ക്കാൻ ഇടമില്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ, നമുക്ക് കേരളം വളരെ വിപുലമാണ് ഈ കാര്യത്തിലൊക്കെ, വളരെ മുന്നിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെന്നാൽ ഇതുപോലുള്ള വീടുകൾ ഗ്രാമപ്രദേശങ്ങളിലും നമുക്ക് കാണാൻ പോലും കഴിയില്ല. ഇപ്പോൾ പോലും ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും ഇതുപോലെ പ്രാഥമിക സൗകര്യങ്ങളുള്ള വീടിൻ്റെ അഭാവം തീർച്ചയായിട്ടും ഇന്നും നമ്മുടെ ഇടയിലുമുണ്ട്. ഈ പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്നുള്ള സംഘടന, അതുപോലെ അതിനോട് സഹകരിക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ കൂടി കേരളത്തിൽ ഇതുപോലുള്ള മേഖലകളിൽ ഇത്രയും വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള തീരുമാനമെടുത്തു. പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M. അബ്ദുൾ മജീദ് അധ്യക്ഷനായിരുന്നു. ഏറ്റുമാനൂർ മഹാത്മാഗാന്ധി കോളനി റോഡിൽ മംഗളം എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം നടന്ന ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ 5 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. ബൈത്തുസ് സക്കാത്ത് കേരള ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് PA മുഹമ്മദ് ഇബ്രാഹിം, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ നാസർ മൗലവി, ഏറ്റുമാനൂർ CSI പള്ളി വികാരി ഫാദർ ജേക്കബ് ജോൺസൺ, തങ്കച്ചൻ കോണിക്കൽ, സുമീന മോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു.